മോർണിംഗ്. ഈ ഒരു പ്രഭാതത്തിൽ ഈ ഒരു വേദിയിലേക്ക് എത്തിയിട്ടുള്ള എല്ലാവരെയും ഞാനും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇങ്ങനെയൊരു പ്രഭാതം, ഇങ്ങനെയൊരു ദിനം കൂടി നമുക്ക് സമ്മാനിച്ച ദൈവത്തിന് നന്ദി പറയാം. നമുക്ക് ഇങ്ങനെയൊരു അവസരം എത്തിച്ചു തന്ന ലീഡേഴ്സിനും അതോടൊപ്പം ദൈവത്തിനും ഈ പ്രപഞ്ചത്തിനും നമുക്ക് നന്ദി പറയാം. നന്ദി എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് വലിയ സംഭവമൊന്നും അല്ലല്ലോ, പ്രത്യേകിച്ച് എടുത്ത് വീണ്ടും വീണ്ടും ലീഡേഴ്സിനൊക്കെ നന്ദി പറയാൻ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷേ ഈ ഒരു ബിസിനസ് അവസരം ലഭിക്കാത്ത, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഇത് ഏറ്റെടുക്കാൻ വിധി എത്താത്ത ഒരുപാട് മനുഷ്യർ നമ്മൾക്കിടയിലുണ്ട്. അത്തരം ആളുകളിൽ നിന്നും നമ്മൾ വ്യത്യസ്തരാണ്. അതിനുള്ള നന്ദി നമ്മൾ എത്ര പറഞ്ഞാലും മതിയാവില്ല, വാക്കുകളിൽ ഒതുക്കാൻ കഴിയുന്നതല്ല. നമ്മളൊക്കെ പല മേഖലകളിൽ നിന്നാണ് ഈ ഒരു അവസരത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത്. ജോലിക്കാരായിട്ടും ബിസിനസ്സുകാരായിട്ടും ഒക്കെ ഇങ്ങനെ പല മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ്. പക്ഷെ ഒരു തിരിച്ചറിവിന്റെ ഭാഗമായി നമ്മൾ ഈ ഒരു ബിസിനസ് അവസരം ഏറ്റെടുക്കുകയും ഇതിൽ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരോ ചെയ്ത സൗഭാഗ്യമെന്നോ ആരുടെയൊക്കെ പ്രാർത്ഥനയെന്നോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമെന്നോ നമ്മുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയുടെ ഫലമെന്നോ ഒക്കെ നമുക്ക് പറയാം. ഏതായിരുന്നാലും എൻ്റെ ചെറിയൊരു എക്സ്പീരിയൻസ് നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്യാനാണ് കരീം സാർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. വലിയ എക്സ്പീരിയൻസ് ആയിട്ട് പറയാനൊന്നുമില്ല, കാരണം ഈ ഒരു അവസരത്തിലേക്ക് കടന്നു വന്നിട്ട് ഏകദേശം 2 വർഷം ആയിട്ടില്ല. 2024 ജനുവരിയിലാണ് ഐഡിയ അടിക്കുന്നത്. അത് കഴിഞ്ഞ് ചെറിയ രീതിയിൽ ജോലിക്കൊപ്പം അങ്ങനെ ചെറിയ രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോയി. ഈ കഴിഞ്ഞ ഡിസംബർ മുതലാണ് കാര്യമായിട്ട് ഈ ഒരു ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. ഈ കുറഞ്ഞ കാലഘട്ടത്തിനിടയിൽ, കുറഞ്ഞൊരു സമയത്തിനിടയിൽ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളും ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വഴികളുടെ ഒരു ചെറിയ ചിത്രവും നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയുന്നവരായിരിക്കും നമ്മുടെ NTC ലീഡർ ഉമർ ഉസ്താദ്. ഈ ഉമർ ഉസ്താദിന്റെ അടുത്ത് നിന്നാണ് ഈ ഒരു ബിസിനസിനെ കുറിച്ച് ഞാൻ പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത്. എൻ്റെ നാട്ടുകാരനാണ്, ചെറുപ്പം മുതലേ അറിയുന്ന ആളാണ്. ഒരു ദിവസം ഞാൻ എൻ്റെ അങ്ങാടിയിലേക്ക് പോയ സമയത്താണ് ഉമർ ഉസ്താദ് ആ ഒരു കടയിൽ നിൽക്കുന്നു. അപ്പൊ ഇങ്ങനെ യാദൃശ്യമായിട്ട് നേരിൽ കണ്ടുപെട്ട സമയത്ത് വെറുതെ ഒന്ന് ചോദിച്ചതാണ്, ഗ്യാസ് ട്രബിൾ, നെഞ്ചരിച്ചിൽ പോലത്തെ വലിയ പ്രശ്നങ്ങളുണ്ട്, അതിന് നിങ്ങൾ എന്തോ ഒരു മരുന്ന് കൊടുക്കുന്നുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്, എന്താണ് ആ മരുന്നിന്റെ കഥ എന്ന് ചോദിച്ചു. നേരത്തെ അറിയാം ഉമർ ഉസ്താദ് എന്തോ ഒരു മരുന്ന് കച്ചവടം ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോ എൻ്റെ അടുത്തേക്കൊന്നും വന്നു പോവാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിച്ചു. ഫേസ്ബുക്കിൽ പോലും ഉമർ ഉസ്താദിനെ ബ്ലോക്ക് ചെയ്ത് വെച്ചതായിരുന്നു. കാരണം ഉമർ ഉസ്താദ് നിരന്തരം ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഇനി അങ്ങനെ എന്തെങ്കിലും ഇയാളുടെ മരുന്ന് കച്ചവടത്തെ കുറിച്ച് കണ്ടിട്ട് ഞാൻ അതുമ്മ പോയിട്ട് എന്തെങ്കിലും കമന്റ് ഇട്ട് പോവണ്ട എന്ന നിലക്ക് ഉമർ ഉസ്താദിനെ ഫേസ്ബുക്കിലൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചു. അദ്ദേഹത്തിന്റെ വാട്സപ്പ് സ്റ്റാറ്റസ് നോക്കാതിരിക്കാൻ മാക്സിമം ശ്രമിച്ചു. ഒരു പോസ്റ്റർ പോലും, ഒരു അങ്ങനത്തെ എന്തെങ്കിലും ഒന്നും കണ്ടു പോവേണ്ട എന്ന് ചിന്തിച്ചു. പക്ഷെ നാട്ടുകാരൊക്കെ ഇങ്ങനെ പലരും പറയുന്നുണ്ടായിരുന്നു, ഞാൻ അനുഭവിക്കുന്ന പ്രയാസത്തിന്, അതായത് 10 വർഷത്തോളമായിട്ട് വലിയ രീതിയിലുള്ള അസിഡിറ്റി, നെഞ്ചരിച്ചിൽ, ഗ്യാസ് ട്രബിൾ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് കഷ്ടപ്പാടിലായിരുന്നു. ഒരു 10 കൊല്ലത്തിലധികമായി ഒരു നോമ്പ് നോൽക്കുകയോ റമദാൻ മാസത്തിലുള്ള നോമ്പ് നോൽക്കുകയോ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഭക്ഷണം കഴിക്കുകയോ ചെയ്തിട്ടില്ല. അതിന് പറ്റില്ലായിരുന്നു, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഒരു ഏതെങ്കിലും വിവാഹ വീട്ടിലേക്കൊക്കെ പോവുകയാണെങ്കിൽ എനിക്കുള്ള ചോറ് അന്നും പതിവ് പോലെ പാത്രത്തിലാക്കിയിട്ട് വണ്ടിയിൽ വെക്കും. എന്നിട്ട് കല്യാണ വീട്ടിലൊക്കെ പോയി വന്ന് ഓഫീസിലെത്തിയിട്ട് ഭക്ഷണം കഴിക്കും. അതല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് കല്യാണ വീട്ടിൽ പോയി മുഖം കാണിച്ച് പോരും. ഇനി നമ്മൾ സജീവമായിട്ട് അവിടെ നിൽക്കേണ്ട ഏതെങ്കിലുമൊക്കെ കല്യാണങ്ങളാണെങ്കിൽ
പച്ചക്കറിയും വെറുംചോറും അങ്ങനെ ഉണ്ടെങ്കിൽ ലഭ്യമാണെങ്കിൽ അത് കഴിക്കും. അതല്ലെങ്കിൽ തൊട്ടടുത്ത കടയിലവിടെ പോയിട്ട് ഒരു ജ്യൂസ് കഴിക്കുകയോ പഴം വാങ്ങി കഴിക്കുകയോ ചെയ്യും. ആ ഒരു രീതിയിൽ ജീവിച്ചിരുന്ന ആളായിരുന്നു. അപ്പോൾ ചികിത്സകൾ ധാരാളം നടത്തുന്നുണ്ട്. കോഴിക്കോട് ബേബി ഹോസ്പിറ്റലിൽ പോയി എൻഡോസ്കോപ്പി ഒക്കെ ചെയ്ത് മാസങ്ങളോളം അവിടെയുള്ള പ്രധാനപ്പെട്ട ഒരു ഡോക്ടറെ കാണിച്ച് ഗുളിക കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കോഴിക്കോട് സഹകരണ ഹോസ്പിറ്റലിൽ പോയിട്ട് മറ്റൊരിക്കൽ അവിടുന്ന് എൻഡോസ്കോപ്പി ഒക്കെ ചെയ്തു, അവിടുന്ന് ഗുളിക കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മെഡിക്കൽ കോളേജിലെ വളരെ പ്രധാനപ്പെട്ട സർജന്മാർ ഉൾപ്പെടെയുള്ള ഡോക്ടേഴ്സിനെ കാണിച്ചിരുന്നു. അവിടുന്നൊക്കെ ഗുളികകൾ തരും, അതിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. ആ ഗുളിക കുടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മുടങ്ങാതെ കുടിച്ചാൽ വലിയ കുഴപ്പമില്ല. ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഗുളിക നിർത്തി കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ. ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരു രക്ഷയില്ലാതെ ഇരിക്കുമ്പോഴാണ് ഉമർ ഉസ്താദിന്റെ ഈ മരുന്നിനെ കുറിച്ച് പല ആളുകളും ഇങ്ങനെ പറയുന്നത്. എൻ്റെ വൈഫിന്റെ അടുത്തൊക്കെ അയൽവാസികളൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷെ ഞാനവിടെ ചിന്തിച്ചത്, ഏറ്റവും കഴിവുള്ള കോഴിക്കോട് ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന പ്രധാന ഹോസ്പിറ്റലുകളിലും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലെ ഏറ്റവും ടോപ്പ് സർജന്മാരുടെ അടുത്തു നിന്നൊക്കെ ഗുളിക കുടിച്ച് അവരുടെ ട്രീറ്റ്മെന്റിൽ മാസങ്ങളോളം കഴിഞ്ഞിട്ട് ഒരു ഗുണമില്ലാത്ത ഞാന്, മരുന്നിനെ കുറിച്ച് യാതൊരു ബോധവും ഇല്ലാത്ത, മരുന്ന് എന്താണെന്ന് അറിയാത്ത, ചികിത്സ എന്താണെന്ന് അറിയാത്ത ഉമർ ഉസ്താദിന്റെ അടുത്ത് നിന്ന് പോയി മരുന്ന് കുടിച്ചിട്ട് എന്ത് എന്നാണ് ചിന്തിച്ചത്. ഏതായാലും ഒരു മനുഷ്യനെ എങ്ങനെ നാട്ടുകാരനാണ്, പരിചയക്കാരനാണ്, ചെറുപ്പം മുതലേ കാണുന്ന ഒരാളാണ്. പക്ഷെ നേരിൽ കണ്ടുപോയാൽ ഒരു മനുഷ്യനോട് എന്തെങ്കിലും ഒന്ന് മിണ്ടണല്ലോ എന്ന നിലക്ക് അറിയാതെ ചോദിച്ചു പോയതാണ്. അല്ല, നിങ്ങളെടുത്ത് ഗ്യാസ് ട്രബിളിന് അസിഡിറ്റിക്കൊക്കെ എന്തോ ഒരു മരുന്നുണ്ട് എന്ന് കേട്ടിട്ടുണ്ടല്ലോ, എന്താണ് സംഭവം ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, അങ്ങനെ ഒരു മരുന്നുണ്ട്, അത് എനിക്ക് വേണമെങ്കിൽ ഒന്ന് പഠിച്ചു നോക്ക്, ഒരുപാട് ആളുകൾക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാന്ന് പറഞ്ഞു. അപ്പൊ എന്താ മരുന്നിന്റെ പേര് എന്ന് ചോദിച്ചു. ഒരു പേരെന്തോന്ന് പറഞ്ഞു, ഞാനത് നോട്ട് ചെയ്തു. കമ്പനിന്റെ പേരെന്താന്ന് ചോദിച്ചു, കമ്പനിന്റെ പേരും പറഞ്ഞു, അതും നോട്ട് ചെയ്തു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് ഗൂഗിൾ ഒന്ന് നന്നായിട്ട് സെർച്ച് ചെയ്ത സമയത്താണ് ഇതിന്റെ റിസൾട്ടുകൾ കാര്യങ്ങളൊക്കെ കുറെ കാണുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് യൂട്യൂബിൽ അങ്ങനെ പലതും ഉണ്ടാവാം, അങ്ങനെ ഇഷ്ടംപോലെ ആർക്കും എന്തും അപ്ലോഡ് ചെയ്യാലോ, യൂട്യൂബിലൊക്കെ ഗൂഗിളിലൊക്കെ അങ്ങനെ ചെയ്യാനൊക്കെ പറ്റും. എന്നാലും വിശദമായിട്ടൊന്ന് പരിശോധിച്ചു. അന്ന് എനിക്ക് കിഡ്നി സ്റ്റോണിന്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഒരു സ്ഥലത്ത് പോയി പച്ചമരുന്ന് ഒരു ഒറ്റമൂലി കുടിച്ചിട്ട് വീട്ടിൽ വിശ്രമിക്കുന്ന ദിവസമായിരുന്നു. അപ്പോൾ എന്തായാലും അന്ന് ജോലിക്ക് ഒന്നും പോകുന്നില്ല. പിറ്റേ ദിവസവും എന്തായാലും 1-2 ദിവസമൊക്കെ എന്തായാലും ലീവ് എടുക്കണം എന്ന് ചിന്തിച്ച് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഇഷ്ടംപോലെ സമയം അന്ന് ഉണ്ടായിരുന്നു ഇതൊന്ന് സെർച്ച് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറെ മണിക്കൂറുകൾ ഇതിനു വേണ്ടി മാറ്റിവെച്ചു. ഇത് നോക്കിയ സമയത്താണ് ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് കിട്ടിയതിനെ കുറിച്ചും ഈ കമ്പനിയുടെ സിസ്റ്റത്തെ കുറിച്ചും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് വലിയ രീതിയിൽ മാറ്റം എന്നിലും ഉണ്ടാക്കിയേക്കാം എന്നൊരു ചിന്തയിൽ നിന്ന് ഞാൻ ഉമർ ഉസ്താദിനെ വിളിച്ചു. എനിക്ക് ആ സാധനം കിട്ടേണ്ടിയിരുന്നു, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇങ്ങനെ ഒരു പേര് രജിസ്റ്റർ ചെയ്താൽ മതി, നമുക്കത് സെറ്റാക്കാം, ഇനി ഒന്ന് വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞു. ഞാൻ വീട്ടിലേക്ക് അങ്ങോട്ട് ചെന്നു. വീട്ടിൽ ചെന്ന് ഈ ID രജിസ്റ്റർ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തു. അങ്ങനെ ഒരു 1-2 ദിവസമായിട്ട് കഴിഞ്ഞു. ID അടിച്ചിട്ട് എടുക്കാം, കോഴിക്കോട് പോയാൽ സ്റ്റോറിൽ പോയാൽ സാധനം കിട്ടും. അപ്പൊ 1-2 ദിവസം 2-3 ദിവസം കഴിഞ്ഞപ്പം വീട്ടിൽ ഞാൻ ചോദിച്ചു, സാധനം കിട്ടേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പം, അപ്പൊ നോക്കുമ്പോൾ ID അടിച്ചിട്ടില്ല. അങ്ങനെ ഉമർ ഉസ്താദ് ആരെയോ വിളിച്ച് ചോദിക്കുന്നുണ്ട്, എന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയോ പറയുന്നു. എന്താ ഇതിന്റെ സിസ്റ്റം ഒന്നും നമുക്കറിയില്ലല്ലോ. അപ്പൊ അങ്ങനെ ഉമർ ഉസ്താദ് പറഞ്ഞു, എന്നാ കുഴപ്പമില്ല, നമുക്ക് തന്നെ ID അടിക്കുക എന്ന് പറഞ്ഞു. 3-ാം ദിവസം ഉമർ ഉസ്താദ് പറഞ്ഞു, അപ്പോ ഈ ഒന്ന് വീട്ടിലേക്ക് വന്നാൽ മതി, ID നമുക്ക് അടിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, ഫോണിൽ ഇങ്ങനെ ഒരു MI ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം, അത് ഇൻസ്റ്റാൾ ചെയ്താൽ അതിൽ നമുക്ക് ഇങ്ങനെ പേര് രജിസ്റ്റർ ചെയ്യാം, പേര് രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് സാധനം വാങ്ങാം. അങ്ങനെ എന്നോട് തന്നെ എൻ്റെ ID ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആപ്പ് ചെയ്യേണ്ടത് കാര്യങ്ങൾ പറഞ്ഞു തന്നു, എങ്ങനെയാണ് ID അടിക്കേണ്ടതെന്ന് പറഞ്ഞു തന്നു. അപ്പൊ അവരെ മുപ്പര വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ അവിടെ തന്നെ ID ക്രിയേറ്റ് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ കോഴിക്കോട് സ്റ്റോറിൽ പോയിട്ട് ഒരു 15,000 രൂപക്ക് പ്രൊഡക്റ്റുകൾ എടുത്ത് ആരംഭിച്ചതാണ്. ഒരു ബിസിനസ് ആയിട്ടല്ല അന്ന്, പക്ഷെ എന്നോട് പറഞ്ഞു ബിസിനസ് സാധ്യത ഉണ്ട്, ബിസിനസ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാനും നോക്കി ഡയറക്ട് സെല്ലിങ്ങിന്റെ സാധ്യതകളും ഈ പ്രൊഡക്റ്റുകളുടെ ക്വാളിറ്റിയും അങ്ങനെ കുറെ കാര്യങ്ങൾ ഞാൻ നോക്കി. അപ്പൊ ഏതായാലും ഒരു 15,000 രൂപക്കൊക്കെ എടുത്താൽ നമുക്ക് ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഉപയോഗിച്ചാൽ മതിയല്ലോ, കച്ചവടം നടന്നില്ലെങ്കിലും എന്ന ചിന്തയിൽ ഒരു 15,000-ത്തിന് എടുത്തു.
വീട്ടിൽ കൊണ്ടുവന്നു. ഇതൊക്കെ ഒന്ന് തരംതിരിച്ച് നമുക്ക് ഉപയോഗിക്കേണ്ടത് ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ 2-3 ദിവസം ഇങ്ങനെ ഉപയോഗിച്ചപ്പോൾ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ തോന്നി തുടങ്ങി. അതിനിടയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ അതേപോലെ പ്രയാസമുള്ള വേറെ ചില ആളുകൾക്കും അവർക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തു നോക്കി. അത് കഴിഞ്ഞ് 1-2 ആഴ്ച കഴിയുമ്പോൾ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ എന്നിൽ വന്നു തുടങ്ങി. പിന്നെ ലീഡേഴ്സ് അപ്പോൾ ഉമർസ്ഥാനിൻ്റെ അടുക്കൊന്നൊക്കെ പറഞ്ഞിരുന്നു, ഇനി ഏതാണ്ട് താമരശ്ശേരിക്ക് പോകുന്നതാണല്ലോ, അവിടെ വ്യാഴാഴ്ചകളിൽ ഒരു മീറ്റിംഗ് നടക്കാറുണ്ട്, അവിടെ ഒന്ന് കയറി നോക്കാണ്ടെന്ന് പറഞ്ഞു. നേരത്തെ അവിടെ സാർ എന്നെ പരിചയപ്പെടുത്തി, പ്രൊഫഷണലി ജേർണലിസ്റ്റ് ആണ്, താമരശ്ശേരി ആണ് എൻ്റെ കേന്ദ്രം. അവിടെ എനിക്കൊരു പ്രാദേശിക ചാനൽ ഉണ്ടായിരുന്നു, അവിടെ ഒരു 10-14 സ്റ്റാഫൊക്കെ ഉള്ള ഒരു സിസ്റ്റം ആയിരുന്നു. അതോടൊപ്പം ന്യൂസ് 18 ചാനലിൽ വർക്ക് ചെയ്യായിരുന്നു. 24-ലും മാതൃഭൂമിയിലും അതുപോലെ മീഡിയ വൺ, കൈരളി പോലത്തെ ചാനലുകളിലൊക്കെ ഫ്രീലാൻസ് ആയിട്ട് സ്ട്രിങ്ങർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫുൾ ടൈം താമരശ്ശേരി മേഖലയിലാണ് ഉണ്ടാവുക. അപ്പൊ എന്നും താമരശ്ശേരിക്ക് പോകുന്നതല്ലേ. അപ്പൊ പോകുന്ന സമയത്ത് താമരശ്ശേരിയിൽ അവിടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്, അവിടെ ഇതിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങളൊക്കെ പറയാം, എനിക്കൊന്ന് കേൾക്കാം, ഒന്ന് കയറി നോക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ കയറി നോക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യാഴാഴ്ച താമരശ്ശേരി GTS നടക്കുന്ന ആ ഒരു ഹാള് പറഞ്ഞെന്ന് അവിടെ കയറി നോക്കി. GTS എന്നൊന്നും അറിയില്ല, എന്തോ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്, ഇതിനെക്കുറിച്ച് കൂടുതൽ അവിടെ അറിയാമെന്നാണ് പറഞ്ഞത്. അവിടെ ചെന്നു. ഇതിന്റെ GTS പ്രസന്റേഷൻ ഒക്കെ കേട്ട സമയത്ത്, ഒരുപാട് ആളുകളുടെ എക്സ്പീരിയൻസ് കേട്ട സമയത്ത് ഇതിന് വലിയ സാധ്യത ഉണ്ട് എന്നുള്ളൊരു ചിന്ത വന്നു. പക്ഷെ അപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വലിയൊരു ജേർണലിസ്റ്റ് ആണ്, ഏകദേശം 1 ലക്ഷം രൂപയോളം മാസത്തിൽ വരുമാനമുണ്ട്. മാത്രമല്ല സ്വന്തമായിട്ടൊരു ചാനൽ ഉള്ളത് കൊണ്ട് തന്നെ അത് കുറച്ചുകൂടെ ഒരു 4 വർഷമായിട്ടേ തുടങ്ങിയിട്ടുള്ളൂ. ഒരു 10 ലക്ഷം രൂപയുടെ മുകളിൽ ക്യാഷ് മുടക്കിയിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. കോവിഡ് കാലത്തായിരുന്നു. അപ്പൊ കോവിഡ് വീണ്ടും അത് രൂക്ഷമായി പ്രതിസന്ധി വന്ന സമയത്ത് വീണ്ടും ഒരു 10 ലക്ഷത്തോളം രൂപ അവിടെ സാലറി കൊടുത്ത് സ്റ്റാഫിനെ നിലനിർത്താനും മറ്റും ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നു. അപ്പൊ അത്രയൊക്കെയുള്ള സാധ്യതയുള്ള ഒരു സംഭവം എൻ്റെ കയ്യിലുള്ള സ്ഥിതിക്ക് ഞാൻ അതിൽ നിന്ന് മാറി ചിന്തിക്കേണ്ടതില്ല എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായെങ്കിലും സ്ഥിരമായിട്ട് ഇതിന്റെ കുറച്ച് ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ കേൾക്കുകയും ഗൂഗിളിൽ ഡയറക്ട് സെല്ലിങ്ങിന്റെ സാധ്യതകളും മറ്റും ഒന്ന് പരിശോധിക്കുകയും ചെയ്ത സമയത്ത് ഇന്ന് ഭൂമി ലോകത്ത് രക്ഷപ്പെടുമെന്ന് ഉറപ്പുള്ള ഒരേ ഒരു ബിസിനസ് മേഖല ഇതാണ് എന്ന് തിരിച്ചറിഞ്ഞ് അന്ന് ഇറങ്ങി തിരിച്ചതാണ്. ഏകദേശം ഒരു വർഷത്തോളം പാർട്ട് ടൈം ആയിട്ട് ജോലിന്റെ ഇടയിൽ വല്ലപ്പോഴും ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ ചെറിയ ചെറിയ രീതിയിൽ ആളുകളോട് പറഞ്ഞുകൊണ്ടിരുന്നു, ആളുകൾക്ക് കഴിയുന്ന രീതിയിൽ പ്രൊഡക്റ്റുകൾ കൊടുത്തുകൊണ്ടിരുന്നു. അതിനിടക്ക് ഒരു ഹോം മീറ്റിംഗ് നടത്തുകയാണ് ആദ്യം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ സമയത്ത് കുറച്ച് പ്രൊഡക്റ്റുകളൊക്കെ നിരത്തി വെച്ചിട്ട് ഒരു ഹോം മീറ്റിംഗ് നടത്തുക, ലീഡേഴ്സ് വന്ന് വിശദീകരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഒരു 35,000 രൂപയുടെ പ്രൊഡക്റ്റ് കൂടെ എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. നാട്ടിലുള്ള പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ, മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ, അതുപോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കള്, അനിയൻ ഇവിടുത്തെ വാർഡ് മെമ്പറാണ്, അനിയൻ അതുപോലെ തൊട്ടടുത്ത വാർഡിലെ മെമ്പർ, അങ്ങനെ കുറച്ച് ആളുകളൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് ഞാൻ സ്വാഗത പ്രസംഗത്തിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുള്ളത്, അപ്പൊ എല്ലാവരെയും സ്വാഗതം ചെയ്തു പറഞ്ഞ് ഉദ്ഘാടനത്തിന് തന്നെ നമ്മൾ ക്ഷണിച്ചത് ഗവൺമെന്റിന്റെ മലപ്പുറം സ്പിന്നിങ് മില്ലുണ്ട്, അതിന്റെ ചെയർമാൻ ആയിട്ടുള്ള ആളാണ്. അദ്ദേഹം എൻ്റെ നാട്ടുകാരനാണ്. അപ്പോ അദ്ദേഹത്തിന് ഉദ്ഘാടനത്തിന് വിളിച്ച സമയത്ത് അദ്ദേഹം പറയുന്നത്, ഞാനിങ്ങനെ പേസ്റ്റ് ഉപയോഗിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. മാത്രമല്ല ഞാനിങ്ങനെ മലപ്പുറത്ത് പോയ സമയത്ത്, മലപ്പുറത്താണല്ലോ ഈ സർക്കാർ സ്പിന്നിങ് മില്ലിന്റെ ഹെഡ് ഓഫീസ് ഉള്ളത്, അപ്പൊ അവിടെ ചെന്ന് ഞാനിങ്ങനെ പന്നൂരാണ് എന്ന് പറഞ്ഞ സമയത്ത് ഇങ്ങനെ ഉമ്മർ ഉസ്താദിനെ അറിയോ എന്ന് അവിടെ ഒരാൾ ചോദിച്ചു വന്നു. ആ ഉമ്മർ ഉസ്താദിനെ അറിയാം, ഇങ്ങനെ പറഞ്ഞ സമയത്ത് എൻ്റെ നാട്ടിലുള്ള ആളാണെന്ന് പറഞ്ഞ സമയത്ത് ഉമ്മർ ഉസ്താദിനെ കുറിച്ച് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഉമ്മർ ഉസ്താദ് ഒക്കെയുള്ള സദസ്സെന്നാണ് പറയുന്നത്, ബിജു സാർ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ഉമ്മർ ഉസ്താദ് ഏത് സ്റ്റേജിലാണ് കാര്യങ്ങൾ, അങ്ങനത്തെ വിവരമൊന്നും നാട്ടുകാർക്ക് കാര്യമായിട്ട് അറിയില്ല, എനിക്കും അറിയില്ലായിരുന്നു. താമരശ്ശേരി GTS ആദ്യമായിട്ട് പോയ സമയത്താണ് ഈ NTC എന്ന റാങ്കിനെ കുറിച്ചും ഈ ഏരിയയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ലീഡറാണ് ഉമ്മർ ഉസ്താദ് എന്നൊക്കെ മനസ്സിലാക്കിയത്. അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു ഉമ്മർ ഉസ്താദിന് മലപ്പുറത്തൊക്കെയുള്ള സ്വാധീനത്തെക്കുറിച്ചും മലപ്പുറത്തൊക്കെ ഉമ്മർ ഉസ്താദിന് ഉള്ള ഒരു ക്ലിക്ക്, അതായത് നമ്മൾ പറയില്ല അവിടെ ഒരു ക്ലിപ്പ് ശരിക്കും ഗ്രിപ്പുള്ള ഒരാളെന്ന് പറയില്ലേ, അങ്ങനെ അത് പറഞ്ഞു. പിന്നെ അങ്ങനെ ഓരോരുത്തർ സംസാരിക്കുമ്പോൾ ഒരാൾ പറയാണ്, ഒരു പാർട്ടിയുടെ യൂത്ത് വിങ്ങിന്റെ ഒരാൾ പറയാണ്, ഈ കമ്പനിയിൽ ചാമ്പ്യൻ എന്ന് പറഞ്ഞൊരു തൈലമുണ്ട്, ആ തൈലം അപാര റിസൾട്ട് ഉള്ളതാണ്, എനിക്ക് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരിക്ക് പറ്റിയ സമയത്തൊക്കെ ഞാനത് ഉപയോഗിച്ച് എനിക്ക് ഭയങ്കര റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്, അത് നിങ്ങളെല്ലാവരും വാങ്ങി ഉപയോഗിക്കണം.
ഇങ്ങനെ ഓരോരുത്തരും ഈ പ്രൊഡക്റ്റുകൾ വാങ്ങി ഉപയോഗിച്ചതിന്റെ റിസൾട്ടാണ് എൻ്റെ വീട്ടിൽ നിന്നിട്ട് പറയുന്നത്. ഞാൻ അവരൊക്കെ വിളിച്ചു കൂട്ടി ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പ്രൊഡക്റ്റ് ഉണ്ട് എന്നും ഇത് വലിയൊരു പ്രൊജക്റ്റ് ആണെന്നും ഇത് നമുക്ക് നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അവര് എന്നെ പഠിപ്പിക്കുക ചെയ്തത്, എനിക്ക് ഇതിന്റെ റിസൾട്ടുകൾ പറഞ്ഞു തന്നു. അവിടെ ചെറിയൊരു തിരിച്ചറിവ് കൂടെ ഉണ്ടായി. അങ്ങനെ ഇത് സജീവമായിട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ച് ഒരുപാട് ആളുകളിലേക്ക് എത്തിച്ചു. ചെറിയ ചെറിയ ടീമുകളായി. അതിനിടക്ക് തന്നെ ഈ റമദാൻ മാസം വന്നു. എനിക്ക് ഒരു പ്രയാസവും ഇല്ലാതെ നോമ്പ് നോൽക്കാൻ പറ്റി. വളരെ ചൂട് നിറഞ്ഞ വളരെ ചൂടുള്ള ഒരു വർഷമായിരുന്നു. അതായത് 2024 റമദാൻ മാസം അപാര ചൂടായിരുന്നു. പക്ഷെ ആ ഒരു ചൂട് കാലത്തും പകൽ സമയത്ത് മുഴുവനും വർക്കും നോമ്പും ഒരുമിച്ച് കൊണ്ടുപോയി ഒരു പ്രയാസവും ഇല്ലാതെ എനിക്ക് ആ ഒരു മാസം കഴിച്ചു കൂട്ടാൻ പറ്റി. അത് എനിക്ക് കൂടുതൽ കോൺഫിഡൻസ് തന്നു, ആത്മവിശ്വാസം വർദ്ധിച്ചു. പിന്നെ ഞാനിത് പരത്തി പറയാൻ തുടങ്ങി. കാണുന്ന ആളുകളോടൊക്കെ ഉമർ ഉസ്താദ് പറയുന്ന സിസ്റ്റം പോലെ കാണുന്ന ആളുകളോടൊക്കെ പറയാൻ തുടങ്ങി. പിന്നെ ലിസ്റ്റ് ആക്കണം എന്ന് പറഞ്ഞു, ലിസ്റ്റ് ആക്കി തുടങ്ങി. ലിസ്റ്റ് ആക്കി ഒരു 250 ആളുകളെ ഞാൻ ലിസ്റ്റ് എഴുതിയത്. ഈ ലിസ്റ്റിലുള്ള 7 or 8 ഒരു 10ൽ താഴെയുള്ള ആളുകളെടുത്ത് മാത്രമേ ഇതുവരെ ഞാൻ ബിസിനസ് പറഞ്ഞിട്ടുള്ളൂ എന്നതാണ്. പക്ഷെ അതിന് മുന്നേ തന്നെ ഒരു 450 ആളുകളോളം ഉള്ള ഒരു ടീമായി എൻ്റെ വിങ് മാറി. കാരണം ഞാൻ നേരിട്ട് കൊണ്ടുവന്ന വളരെ കുറഞ്ഞ ആളുകളിൽ നിന്ന് അത് ശാഖകളായി ചില്ലകളായി മാറി. അത് വലിയൊരു വിങ്ങായി മാറി കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് തന്നെ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഈ ബിസിനസിന്റെ ആവശ്യകത ആളുകൾ ഏറ്റെടുക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ ഒന്നും നോക്കാതെ രാവും പകലും എന്ന് പറഞ്ഞ രീതിയിൽ ഈ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. എൻ്റെ പെങ്ങൾക്ക് എൻ്റെ അതേ രീതിയിലുള്ള ഗ്യാസ് അസിഡിറ്റി, നെഞ്ചരിച്ച് പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചു വലിയ മാറ്റം വന്നു. മാത്രമല്ല കൊളസ്ട്രോൾ പോലത്തെ വേറെ എന്തൊക്കെയോ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപാട് ഗുളികകൾ കുടിക്കുന്ന ആളായിരുന്നു. ഈ ഇംഗ്ലീഷ് ഗുളികകളൊക്കെ മാറ്റി വെച്ച് നമ്മുടെ പ്രൊഡക്റ്റ് മാത്രം ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അതോടൊപ്പം തന്നെ അളിയനും പെങ്ങളും അതുപോലെ പെങ്ങളെ മകളും ഒക്കെ ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്തു. എന്നാൽ ഞാൻ എൻ്റെ വീട്ടിൽ ഹോം മീറ്റിംഗ് നടത്തിയ സമയത്ത് ഒരു 25ഓളം ആളുകൾ പങ്കെടുത്തിരുന്നുവെങ്കിലും അതിൽ നിന്നുള്ള ഒരു കുട്ടി പോലും ഇന്ന് ഈ സമയം വരെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യുകയോ എൻ്റെ അടുത്ത് നിന്ന് ഒരു രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അവിടെ ഞാൻ നോക്കി നിന്നിട്ടില്ല. അവര് ചേരുന്നെങ്കിൽ ചേരട്ടെ, വേണമെങ്കിൽ കൂടട്ടെ, വേണമെങ്കിൽ വാങ്ങട്ടെ എന്ന് തീരുമാനിച്ചു. എനിക്ക് പറയാൻ ഇഷ്ടംപോലെ ആളുകൾ പുറത്തുണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിച്ച് അവരിലേക്ക് പറയാൻ തുടങ്ങിയപ്പോൾ ഈ ബിസിനസ് വളർന്ന് പടർന്ന് പന്തലിക്കാൻ തുടങ്ങി. ഇപ്പോ ഇന്നലെ രാത്രി വയനാട്ടിൽ നിന്ന് വന്നതാണ്. 2 ദിവസം വയനാട്ടിലായിരുന്നു. അതിന്റെ തലേന്ന് ഒരു ദിവസം നാട്ടിലായിരുന്നു. അതിന്റെ മുന്നേ 3 ദിവസം എറണാകുളം അതുപോലെ കുറ്റിപ്പുറം ഭാഗങ്ങളിൽ, തൃശ്ശൂർ കുറ്റിപ്പുറം ഭാഗങ്ങളിലായിട്ട് 3 ദിവസം ഉണ്ടായിരുന്നത്. ഇങ്ങനെ ഇപ്പോ നാട്ടിൽ നിൽക്കാൻ സമയമില്ലാത്ത അവസ്ഥയാണ്. ഞാൻ ചിന്തിക്കൽ വെള്ളിയാഴ്ച ദിവസങ്ങളെങ്കിലും നാട്ടിൽ നിന്ന് നാട്ടിലുള്ള ആളുകളൊക്കെ ഒന്ന് കാണുന്ന, പള്ളിയിലൊക്കെ പോലും എല്ലാം കൂടെ നാട്ടിലാവണം എന്ന ചിന്തയിൽ വെള്ളിയാഴ്ച പുറത്തോട്ട് വർക്ക് ഏൽക്കാതിരിക്കുകയും മറ്റു ദിവസങ്ങളിൽ ഞായർ ഉൾപ്പെടെയുള്ള ദിവസങ്ങളിൽ ജില്ലക്ക് പുറത്തേക്ക് പോലും ഒരുപാട് വർക്കിന് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ഇത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നതല്ല. പക്ഷേ കെയർ ഓഫിൽ അങ്ങനെ പോയിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കും ഞാനിപ്പോ ആരോട് പറയാ, മാത്രമല്ല ടീമിൽ ഒരുപാട് ആളുകൾ ഉണ്ടാകുമ്പോഴല്ലേ വലിയ പൈസകൾ കിട്ടുള്ളൂ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ അതല്ല ഇതിന്റെ സിസ്റ്റം എന്നുള്ളതാണ്. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇത് ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ എവിടുന്നോ നമുക്ക് ആളുകൾ കിട്ടും. അല്ലെങ്കിൽ ദൈവം, നമ്മൾ വിശ്വസിക്കുന്ന ദൈവം നമ്മളെ രക്ഷപ്പെടുത്താനുള്ള ആളുകളെ നമുക്ക് മുന്നിൽ എത്തിച്ചു തരും. പക്ഷെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കുന്നവരായി മാറണം. ലീഡേഴ്സ് നിർബന്ധിച്ചതിന്റെ ഭാഗമായിട്ട് ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും ലീഡേഴ്സ് നിർബന്ധിച്ചതിന്റെ ഭാഗമായിട്ട് മോർണിംഗ് മീറ്റിങ്ങുകൾ കേൾക്കുകയും ലീഡേഴ്സ് ഇനി അവിടെ ഓണാക്കി വെച്ച് ഇപ്പൊ നമ്മളൊക്കെ ചെയ്യുന്ന സിസ്റ്റം എന്ന് പറഞ്ഞാൽ മോർണിംഗ് മീറ്റിൽ കയറിയ ആളുകളുടെ സ്ക്രീൻഷോട്ട് എടുക്കും. അഥവാ നമ്മുടെ ടീമിന്റെ പേര് വെച്ചിട്ട് ആരൊക്കെ കയറി നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഗ്രൂപ്പിൽ ഇടും. അപ്പൊ നമുക്കറിയാം ആരൊക്കെ ഇതിൽ പങ്കെടുത്തു എന്നുള്ളത്. അപ്പൊ അങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് എന്റെ പേരില്ലെങ്കിൽ മോശമല്ലേ, അപ്പൊ ഞാൻ കയറിയില്ല എന്ന് ലീഡർക്ക് തോന്നുമല്ലോ എന്ന് കരുതുന്ന അങ്ങനെ ആ ഒരു ചിന്തയിൽ നിന്ന്
സ്ക്രീൻഷോട്ടിൽ പേര് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൺ ആക്കി വെക്കുന്ന സിസ്റ്റം ഒക്കെ ഉണ്ടാവാം. പക്ഷെ അങ്ങനെ ചെയ്ത ഒരാൾക്കും ഈ ബിസിനസ്സിൽ വിജയിക്കാൻ കഴിയൂല. 100% കറകളഞ്ഞ വിശ്വാസത്തോടു കൂടി, അതായത് ബ്ലൈൻഡ് ബിലീഫ് എന്ന് പറയും, അന്ധമായ വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ ഒരു സംശയമില്ല, വിജയത്തിലപ്പുറം വേറെ ഒന്നും ഉണ്ടാവില്ല. വിജയം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, നമ്മൾ എവിടേക്ക് എത്താനാണോ ആഗ്രഹിക്കുന്നത്, അവിടെ എത്തലാണ് വിജയം. നമ്മളൊരു യാത്ര പോവുകയാണെങ്കിൽ ഗൂഗിൾ മാപ്പിൽ നമ്മൾ സ്ഥലം സെർച്ച് ചെയ്യും. ഇനിയിപ്പോ മേപ്പാടിക്കാണെങ്കിൽ, അല്ലെങ്കിൽ മലപ്പുറം കൊണ്ടോട്ടിയിലേക്കാണെങ്കിൽ, അതല്ലെങ്കിൽ കുറ്റ്യാടിയിലേക്കാണെങ്കിൽ അത് നമ്മൾ സെർച്ച് ചെയ്ത് എൻറ്റർ ചെയ്യുമ്പോഴാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത്. ഗൂഗിൾ മാപ്പ് നമ്മളെ കയ്യിൽ ഉള്ളത് കൊണ്ട് കാര്യമല്ല, ലക്ഷ്യം നമ്മൾ കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഓക്കെ കൊടുത്ത് സ്റ്റാർട്ട് എന്ന് അടിക്കുമ്പോൾ മാത്രമേ ഗൂഗിൾ മാപ്പിൽ നമുക്ക് ഇത് റൺ ആവാൻ തുടങ്ങുള്ളൂ. അങ്ങനെ റണ്ണായി നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു, ലക്ഷ്യസ്ഥാനത്ത് എത്തി, സക്സസ് എന്ന് പറയാം. പക്ഷെ നമ്മൾ ഗൂഗിൾ മാപ്പ് കയ്യിലുണ്ട്, ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി, കുറ്റ്യാടിക്ക് എത്ര ദൂരമുണ്ട്, കൊണ്ടോട്ടിക്ക് എത്ര ദൂരമുണ്ട് എന്നൊക്കെ നമ്മൾ നോക്കി നമ്മൾ അവിടെ ഇങ്ങനെ വെച്ചു, ഓക്കെ സ്റ്റാർട്ട് എന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ കുറ്റ്യാടി എത്താൻ പോകുന്നില്ല. അപ്പോ നമ്മൾക്ക് എത്തേണ്ട ലക്ഷ്യം എവിടെ, സ്ഥാനം എവിടെ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാവുകയും അത് നമ്മൾ പറയുകയും വേണം. ഗോൾ സെറ്റ് ചെയ്യാന്നൊക്കെ ലീഡേഴ്സ് പറയാറുണ്ട്. എവിടേക്കാണ് എത്തുന്നത്? ഇപ്പൊ ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, നിലവിൽ ജീവിക്കുന്ന രീതിയിൽ ഒരു പട്ടിണി ഇല്ലാതെ ഇങ്ങനെ ചെറിയ രീതിയിൽ അങ്ങനെ ജീവിച്ചു പോയാൽ മതി എന്നാണ്. ആ ജീവിച്ചു പോവാൻ ബുദ്ധിമുട്ടില്ലാതിരുന്നാൽ മതി, പട്ടിണിയായി പോവാതിരുന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ ഒരിക്കലും MI ലൈഫ് സ്റ്റൈൽ ചെയ്യേണ്ടതില്ല. രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലും ഒരു ജോലിക്ക് പോവുക, 10, 500, 600, 700, 1000 രൂപ വരെയൊക്കെ കിട്ടും. സുഖമായിട്ട് പട്ടിണി ഇല്ലാതെ ജീവിക്കാം. 2, 3 ദിവസം ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ ആയാൽ പോലും തലേ ദിവസം ജോലിക്ക് പോയി കിട്ടിയ കൂലിയിൽ എന്തെങ്കിലുമൊക്കെ ബാക്കി ഉണ്ടാവും. പക്ഷെ അതല്ല, നിലവിൽ ജീവിക്കുന്ന ആ ഒരു സ്റ്റൈലിൽ നിന്ന്, ജീവിത രീതിയിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി നല്ല രീതിയിൽ ജീവിക്കണം, ബെറ്റർ ലൈഫ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, നിലവിലുള്ള ഒരു ജീവിത സാഹചര്യം പോരാ, ഒരു വീട് നല്ല രീതിയിലേക്ക് ഒന്ന് മാറ്റണം, അതല്ലെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു വാഹനം വേണം, അതല്ലെങ്കിൽ ബാങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള ക്യാഷ്, നമ്മളൊന്ന് കിടന്നു പോയാൽ പോലും നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള ക്യാഷ് അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കുള്ളതാണ് ഈ ബിസിനസ്. ഇപ്പൊ എൻ്റെ ഉപ്പ മരിച്ചത് ഈ കഴിഞ്ഞ ജൂലൈ 2-ാം തീയതിയാണ്. ഒരു 10 ദിവസം ഹോസ്പിറ്റലിലായിരുന്നു. പിന്നീട് ഒരു 4 ദിവസത്തോളം വീട്ടിലും കിടന്ന്, അങ്ങനെയാണ് അദ്ദേഹം മരിക്കുന്നത്. കാര്യമായ അസുഖങ്ങൾ, രോഗങ്ങൾ, ചികിത്സകൾ, പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. 90 വയസ്സോളം ഉണ്ടായിരുന്നു. എവിടെയും അങ്ങനെ ഹോസ്പിറ്റലിൽ പോവുകയോ ചികിത്സിക്കുകയോ ഒന്നും ചെയ്തൊരു അനുഭവം നേരത്തെ നമുക്കില്ല. ഇത്രയും കാലത്തിനെടുക്കുക ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അത്രയും ആരോഗ്യവാനായിരുന്നു. അതിന്റെ പ്രധാന കാരണം ഹാർഡ് വർക്കും അങ്ങനെ ജീവിതശൈലി ഒക്കെ തന്നെ ആയിരുന്നു. ഏതായിരുന്നാലും ഈ ഹോസ്പിറ്റലിൽ കിടന്നു, പിന്നീട് മരിച്ചു. അങ്ങനെ ടോട്ടൽ ഒരു മാസത്തിൽ കൂടുതൽ ഈ ബിസിനസ്സുമായിട്ട് എനിക്ക് കാര്യമായിട്ട് ഇടപെടാൻ കഴിയാതിരുന്ന ഒരു സാഹചര്യത്തിൽ പോലും അതിന്റെ മുമ്പത്തെ മാസത്തെ വരുമാനത്തെക്കാൾ ഒരു ചെറിയ എമൗണ്ട് കൂടുതലാണ് ആ ഒരു മാസത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് എനിക്ക് കൂടുതൽ കോൺഫിഡൻസ് തന്നു, അതായത് ആത്മവിശ്വാസം വീണ്ടും വർദ്ധിപ്പിച്ചു. കാരണം എനിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായ സമയത്ത് ഞാൻ നേരത്തെ ചെയ്തിരുന്ന മീഡിയ ഫീൽഡ് ആയിരുന്നെങ്കിൽ ഓരോ സമയത്തും ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, എവിടെയെങ്കിലും എപ്പോഴെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ എന്ത് ചെയ്യും. പ്രത്യേകിച്ച് താമരശ്ശേരി ഭാഗം എന്ന് പറഞ്ഞാൽ ചുരം ഉൾപ്പെടുന്ന ഏരിയ ആണ്. അപ്പൊ ഈ ചുരത്തിലൊക്കെ എപ്പോഴും ട്രാഫിക് ഉണ്ടായിക്കൊണ്ടിരിക്കും, ഇങ്ങനെ കുറെ പ്രയാസങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ സമയത്തൊക്കെ പെട്ടെന്ന് ഞാൻ അവിടെ എത്തണം, അവിടുന്ന് സ്പോട്ടിൽ നിന്ന് ലൈവ് കൊടുക്കണം. അപ്പോ എങ്ങനെ ഒരു കല്യാണ വീട്ടിൽ പോലും ശരിക്കും മനസ്സറിഞ്ഞുകൊണ്ട് എനിക്ക് പങ്കെടുക്കാൻ കഴിയൂല. ഇനി വളരെ അടുത്ത നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ വീട്ടിലെ മരണമാണെങ്കിൽ പോലും കുറഞ്ഞ സമയം അവിടെ ചെലവഴിച്ച് അവിടുന്ന് പെട്ടെന്ന് പോകേണ്ട അവസ്ഥ. പല മരണ വീടുകളിലും എനിക്ക് തീരെ പോകാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇലക്ഷൻ പോലത്തെ കാര്യങ്ങളാണെങ്കിൽ ഏത് സമയത്തും എവിടെയും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അപ്പൊ അത് ലൈവായിട്ട് എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ സ്പോട്ടിൽ തന്നെ എപ്പോഴും ഉണ്ടായിരിക്കണം. ഈ ഒരു സിറ്റുവേഷൻ ആണ് എൻ്റെ ജോലിൻ്റെത്. അപ്പോ ഇവിടെ ഒരാഴ്ച ഒരു ചെറിയ പനിയോ തലവേദനയോ ചെറിയൊരു പ്രയാസം ശാരീരികമായിട്ട് ഉണ്ടായിക്കഴിഞ്ഞ് കിടക്കേണ്ടി വന്നാൽ അവിടെ എൻ്റെ ഒരു നിലക്കും ഒരു മനസ്സമാധാനത്തോടു കൂടി വീട്ടിൽ വിശ്രമിക്കാൻ കഴിയൂല. എന്നാൽ ഈ ബിസിനസ്സിൽ ഞാൻ വന്ന സമയത്ത് ഉപ്പക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിലാവുകയും
മരിക്കുകയും ഒക്കെ ചെയ്ത സമയത്തും എൻ്റെ ടീം സജീവമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് എൻ്റെ വരുമാനം കൃത്യമായിട്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് കിട്ടി. ഒരുപാട് വലിയ വരുമാനത്തിലേക്കൊന്നും ഇപ്പൊ എനിക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഞാനിപ്പോ എൻ്റെ ലക്ഷ്യം ഒരു 2 വർഷം പൂർത്തിയാകുമ്പോൾ STC എന്ന റാങ്കിലേക്ക് എത്തണം എന്നാണ്. അപ്പൊ 2026 ജനുവരിയോടുകൂടി STC എന്ന റാങ്കിലേക്ക്. അപ്പം ഇതിനെക്കുറിച്ച് കുറച്ചറിയാവുന്ന ലീഡേഴ്സിനൊക്കെ അറിയാം, ഒരു STC ആകുമ്പോഴല്ലേ ZTC ആകുമ്പോഴൊന്നും വലിയ വരുമാനമൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. ആഴ്ച വരുമാനമാണെങ്കിൽ വലിയ എമൗണ്ട് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ എനിക്ക് ഏകദേശം 1 ലക്ഷത്തോളം രൂപ കിട്ടിയിരുന്ന മേഖല മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പൊ കഴിഞ്ഞ ഒരു 8-10 മാസത്തോളമായി ആ കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം പൂർണ്ണമായിട്ടും നിലച്ച സാഹചര്യത്തിലാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിൽ പ്രവർത്തിക്കുന്നത്. എന്ന് വെച്ച് നാളെ തന്നെ എല്ലാവരും നിലവിലുള്ള ജോലി റിസൈൻ ചെയ്യണം എന്നല്ല, അങ്ങനെ ചെയ്യരുത്. പക്ഷെ ഞാൻ കുറച്ച് നേരത്തെ എടുത്തു ചാടി ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ ഒരു STC ഒക്കെ എത്തി അത്യാവശ്യം ഒരു മോശമല്ലാത്ത ഒരാഴ്ച വരുമാനം കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു വരുമാനം ലഭിക്കും എന്ന് നമുക്ക് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ലീഡേഴ്സിന്റെ പെർമിഷൻ ചോദിച്ചതിന് ശേഷം മാത്രം ജോലി രാജിവെക്കേണ്ടതാണ്. അല്ലാതെ നിലവിലുള്ള ജോലി ഒഴിവാക്കി ഒരിക്കലും നമ്മൾ പൂർണ്ണമായിട്ടും ഫുൾ ടൈം ആയിട്ട് ഇപ്പൊ ഏറ്റെടുക്കരുത്. കാരണം നമ്മൾക്ക് ഇതിന് കുറെ ചെലവുകൾ ഉണ്ടാവും, യാത്രാ ചെലവ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ചെലവുകൾ. ഇതിലുള്ള ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആകെ നമ്മൾ മീറ്റിങ്ങിന് പോകാനുള്ള ചെലവുകൾ, അതുപോലെ എന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ 30 രൂപയോ 50 രൂപയോ 100 രൂപയോ ഫീസ് കൊടുക്കേണ്ടതുണ്ട്. RTP പോലത്തെ പരിപാടികൾ വരികയാണെങ്കിൽ 2500 3000 രൂപ ഫീസ് കൊടുക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ചെലവുകളാണ് ഇതിലെ ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ അങ്ങനെ ചെലവാക്കാനും അതോടൊപ്പം നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നടത്താനുള്ള ഒരു വരുമാനം നമ്മുടെ അടുത്ത് ഉണ്ടാവണം എപ്പോഴും. അതുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് കൃഷി ചെയ്യണമെങ്കിൽ വിത്ത് വാങ്ങാനും അതിന് നിലം ഒരുക്കാനും വളം വാങ്ങാനും അതിനൊക്കെ ഉള്ള കാശ് നമ്മളെ കയ്യിൽ വേണം. വീണ്ടും ഇടക്ക് വളമിട്ട് കൊടുക്കേണ്ടി വരും, വീണ്ടും നനക്കേണ്ടി വരും, അത് കള പറിച്ച് പരിപാലിക്കേണ്ടി വരും. ഇതിനൊക്കെ നമുക്ക് ചെലവുണ്ട്, കൂലി കൊടുക്കണം. അപ്പൊ അതിനുള്ള കാശ് കയ്യിലുള്ള ആളുകൾക്ക് മാത്രമേ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. എന്ന പോലെ തന്നെയാണ് ഈ ബിസിനസ്സിനും ചെറിയ ചെറിയ ചെലവുകൾ, ചെറിയ ചെറിയ ചെലവിന് വലിയ ചെലവല്ല, ചെറിയ ചെലവ് 30 രൂപ 50 രൂപ 100 രൂപ 300 രൂപ അങ്ങനെ ഈ ചെലവുകൾക്കുള്ള ഒരു വഴി നമ്മുടെ അടുത്ത് ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൂടെ കണ്ടിട്ട് വേണം നമ്മൾ ഇതിന്റെ ജോലി ഒഴിവാക്കൽ പോലത്തെ കാര്യങ്ങൾ ചെയ്യാൻ. മറ്റൊരു കാര്യം നമ്മൾ പൊതുവെ ചെയ്യുന്നത്, എന്റെയൊക്കെ ഒരു മൈൻഡിൽ ഉണ്ടായിരുന്നത് നേരത്തെ തുടക്കത്തിലൊക്കെ ഒരു ഗതിയുമില്ലാത്ത വളരെ പാവപ്പെട്ട അങ്ങനെ കഷ്ടപ്പെടുന്ന ആളുകളെ തെരഞ്ഞു പിടിച്ച് ഈ ഒരു ബിസിനസ്സിലേക്ക് എത്തിക്കുക. അപ്പൊ അവര് നല്ല ഉഷാറായിട്ട് ബിസിനസ് ചെയ്യും, അപ്പോൾ അവര് വലിയ സമ്പന്നരായി മാറും എന്നുള്ള കൺസെപ്റ്റ് ആയിരുന്നു. പക്ഷെ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെടുത്ത് നമ്മൾ പോയിട്ട് ഈ ബിസിനസ് പറയുമ്പോൾ അവർക്കിത് ഉൾക്കൊള്ളാൻ കഴിയില്ല. മാസത്തിൽ ലക്ഷങ്ങൾ കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ സംഭവത്തെ അതുകൊണ്ട് ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയൂല. ഇന്നലെ ഞാൻ ഒരാളോട് സംസാരിച്ച സമയത്ത് അദ്ദേഹത്തിന് ആയുർവേദത്തെ കുറിച്ച് നന്നായിട്ട് അറിയാം, ആയുർവേദം നല്ല സംഭവമാണെന്നും ആയുർവേദത്തിൽ വലിയ താല്പര്യമുള്ള ആളാണ്. പക്ഷെ ഈ വലിയ വരുമാനത്തെ കുറിച്ച് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഈ വലിയ പൈസന്റെ കാര്യങ്ങൾ ലക്ഷങ്ങൾ കാര്യങ്ങളൊക്കെ കിട്ടുന്ന കാര്യമൊക്കെ പറഞ്ഞ് ആൾക്കാരോട് മോട്ടിവേറ്റ് ചെയ്തിട്ട് അതൊന്നും വിശ്വസിക്കാൻ കഴിയൂല, ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയൂല എന്ന് ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് വലിയ വരുമാനമൊക്കെ ഇതിൽ കിട്ടും, പക്ഷെ അതൊന്നും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല, അതല്ല നമ്മുടെ സബ്ജക്റ്റ് എന്നും. എന്നാൽ ചെറിയ ചെറിയ വരുമാനങ്ങൾ കിട്ടി നമ്മൾക്ക് ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് പോയി പിന്നീട് അത് വലുതായി മാറും എന്നാ പറഞ്ഞു. പക്ഷെ അപ്പോഴും അദ്ദേഹം പറയുന്നത് ഈ മോട്ടിവേഷൻ ആണ് ഈ വലിയ വരുമാനം എന്ന് പറയുന്നതാണ്. പക്ഷെ മോട്ടിവേഷൻ വലിയൊരു ഘടകമാണെങ്കിൽ പോലും ഇത്തരം സംഭവങ്ങൾ ഉൾക്കൊള്ളാൻ വളരെ ഇടുങ്ങിയ ചിന്താഗതിയുള്ള ആളുകൾക്ക് കഴിയൂല. ബെല്ലിസാറ് പറയാറുണ്ടല്ലോ ചട്ടി മാറ്റുന്ന കാര്യം. മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചൂണ്ടലിട്ട് മീൻ പിടിക്കുമ്പോൾ വലിയ വലിയ മീനുകളെ കിട്ടുമ്പോൾ അതിനെ നല്ല പരിക്കില്ലാതെ എടുത്തിട്ട് പുഴയിലേക്ക് തന്നെ ഇടുകയാണ്. ആ സമയത്ത് അപ്പുറത്തുനിന്ന് മറ്റൊരാൾ മീൻ പിടിക്കുന്നുണ്ട്, അയാൾ ഇത് നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇയാള് വന്ന് ഇദ്ദേഹത്തോട് ചോദിക്കും, എന്താ നിങ്ങൾ ചെയ്യുന്നത്, ഇത്രയും നല്ല നല്ല മീനുകൾ കിട്ടുമ്പോൾ നിങ്ങൾ അതൊക്കെ എടുത്ത് ഇങ്ങനെ പുഴയിലേക്ക് തന്നെ ഇടുന്നു, എന്നാൽ ചെറിയ ചെറിയ മീനുകൾ കിട്ടുമ്പോൾ നിങ്ങൾ അതെടുത്ത് നിങ്ങൾ കൊട്ടയിലേക്ക് ഇടുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി, എന്റെ വീട്ടിലെ ചട്ടി ചെറുതാണ്, അതുകൊണ്ട് വലിയ മീനെ കിട്ടിയിട്ട് എനിക്ക് കൊണ്ടുപോയി പൊരിക്കാൻ കഴിയൂല എന്ന്. അവിടെ ആ ഒരു ചട്ടി മാറ്റിയെങ്കിൽ മാത്രമേ വലിയ മീനെ പൊരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അത് മാറ്റാതെ ഈ വലിയ മീനിനെ, ഈ സൗഭാഗ്യത്തെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ നിന്ന് മാറി ഇത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇൻഡസ്ട്രി ആണെന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ പോകണം.
അത് നമുക്ക് എത്തണമെങ്കിൽ നിരന്തരം പ്രോഗ്രാമുകൾ കേൾക്കണം, ഇതിന്റെ സാധ്യതകൾ പഠിച്ച് മനസ്സിലാക്കണം, അനുഭവിച്ച ആളുകളിൽ നിന്ന് നേരിട്ട് അറിയണം. അപ്പൊ ബെന്നിസാറെ ഒരുപാട് നേരിട്ട് കാണുകയും സംസാരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത സമയത്ത് എനിക്ക് ഒരുപാട് കോൺഫിഡൻസ് കിട്ടി. അനീസ് സാറിനെ പലതവണയായിട്ട് കണ്ട സമയത്ത് അദ്ദേഹത്തിന് നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. നെക്സസ് പ്രോഗ്രാമിൽ പോയ സമയത്ത് നമ്മുടെ മുബീൻ മുഹമ്മദ് സാർ ഉൾപ്പെടെയുള്ള ആളുകളെ കണ്ട് നേരിൽ സംസാരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് സെൽഫി എടുക്കുകയൊക്കെ ചെയ്ത സമയത്ത് ഒരുപാട് കോൺഫിഡൻസും കിട്ടി, മാത്രമല്ല ഒരുപാട് അറിവുകളും കിട്ടി. ഇപ്പൊ നെക്സസിലൊക്കെ നമുക്കറിയാം എല്ലാവരും ഒരുപാട് ആളുകൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും മുബീൻ സാർ അടുത്തൊക്കെ എത്താൻ, പക്ഷെ പല ആളുകൾക്കും കഴിഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് കഴിഞ്ഞു. കാരണം ഈ നെക്സസ് പ്രോഗ്രാം അനൗൺസ് ചെയ്ത സമയത്ത് TC റാങ്കിൽ 7ാമനായിട്ട് എനിക്ക് അവിടെ ആ ഒരു സ്റ്റേജിൽ കയറാൻ കഴിഞ്ഞു. പെർഫോമൻസിൽ അതേപോലെ TC റാങ്കിൽ 3ലായിരുന്നു തോന്നുന്നു, കൃത്യമായിട്ട് അതും മറന്നുപോയതാണ്. ഏതായാലും പെർഫോമൻസിൽ 7ാമനായിട്ട്, അങ്ങനെ 2 കാറ്റഗറിയിൽ അവിടെ എനിക്ക് ആ സ്റ്റേജിൽ കയറാൻ പറ്റി. അപ്പൊ അവിടെ നിന്നുള്ള വലിയ വലിയ ലീഡേഴ്സുമായിട്ട് നേരിട്ട് കാണാനും സംസാരിക്കാനൊക്കെയുള്ള അവസരങ്ങൾ കിട്ടി. നമ്മുടെ MD ആ ഒരു വേദിയിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് തൊട്ട് മുന്നിൽ, സ്റ്റേജിന്റെ തൊട്ട് മുന്നിൽ നിന്നുകൊണ്ട് അത് കാണാനും ആ ദൃശ്യങ്ങളൊക്കെ പകർത്താനും ഒക്കെ ഉള്ള ഒരു അവസരം കിട്ടി. അങ്ങനെ ഒരുപാട് വിജയിച്ച ആളുകളിൽ നിന്ന് ഒരുപാട് അനുഭവങ്ങൾ മനസ്സിലാക്കി നേരിൽ കിട്ടിയ സമയത്ത് ഇത് ഒരു നിലക്കും വിട്ടുപോകാൻ പറ്റിയതല്ല എന്നൊരു തിരിച്ചറിവുണ്ടായി. എന്നാൽ ഒരുപാട് പ്രതിസന്ധികളും ഉണ്ടാവും. വരുമാനം കിട്ടാത്ത സാഹചര്യങ്ങൾ, നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ആളുകൾ വരാത്ത സാഹചര്യങ്ങൾ, വന്ന ആളുകൾ പല കാരണങ്ങൾ പറഞ്ഞിട്ട് റിജക്ട് ചെയ്ത് ഇട്ടിട്ട് പോകുന്ന ആളുകൾ, നമ്മൾ വലിയ പ്രതീക്ഷയോടെ കൊണ്ടുവന്ന് വലിയ ആവേശം കാണിക്കുന്ന ആളുകൾ അവസാനം പുലിക്കുട്ടികളെ പോലെ വന്ന് എലിക്കുട്ടികളായി മാറിയ സാഹചര്യങ്ങൾ, ഇതൊക്കെ ഇതിലുണ്ടാവും. എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ ഈ ബിസിനസ്സിലൂടെ വിജയിച്ച് മാത്രമേ കയറൂ എന്നൊരു തീരുമാനം നമ്മൾ എടുത്താൽ ആരൊക്കെ ഇട്ടിച്ച് പോയാലും നമ്മൾ ഇതിൽ ബാക്കിയുണ്ടാവും. എത്ര പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും നമ്മൾ ഇതിൽ തന്നെ ഉണ്ടാവും, നമ്മൾ എങ്ങും പോകില്ല. കാരണം നമ്മുടെ തീരുമാനം അവര് വരുവോ ഇവര് വരുവോ, അവര് നിൽക്കുവോ ഇവര് നിൽക്കുവോ എന്നുള്ളതല്ല, ഞാൻ നിൽക്കും എന്നുള്ളതാണ്. എനിക്ക് നേട്ടങ്ങൾ നേടിയേ പറ്റുള്ളൂ എന്നുള്ള ഒരു ഉറച്ച തീരുമാനം നമുക്കുണ്ടാവണം. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ നമുക്കിതിൽ പിടിച്ചു നിൽക്കാൻ കഴിയും. അതല്ല ചെറിയ ചെറിയ ഇപ്പോ ലീഡേഴ്സ് നമ്മൾ പറയാറുണ്ട്, കാറ്റടിക്കുമ്പോൾ പൂമ്പാറ്റയും പാറും, പേപ്പർ കഷ്ണങ്ങളും പാറിക്കളിക്കും. ഈ കാറ്റ് അടങ്ങുന്ന സമയത്ത് മാത്രമേ പേപ്പർ കഷ്ണങ്ങൾ ഏതായിരുന്നു പൂമ്പാറ്റ ഏതായിരുന്നു എന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടെങ്കിൽ ഒരു സംശയമില്ല, ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പൊ നമ്മൾ ഇത്രയും വളരെ സിമ്പിളായി ചിന്തിച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ 5 വർഷമായി, 10 വർഷമായി, 15 വർഷമായി, അല്ലെങ്കിൽ 20, 25 വർഷമായി ഓരോ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. 10ഉം 20ഉം വർഷമൊക്കെ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകൾ, കച്ചവടങ്ങൾ ചെയ്യുന്ന ആളുകൾ, കൂലിപ്പണിക്ക് പോകുന്ന ആളുകൾ, ഇവരൊക്കെ എത്രത്തോളം ബാലൻസ്, ഇവരൊക്കെ സാമ്പത്തികമായിട്ട് എത്രത്തോളം ഇവരുടെയൊക്കെ കയ്യിൽ ഉണ്ട് എന്ന്, അതല്ലെങ്കിൽ ഇവർക്കൊക്കെ കടബാധ്യതകളുണ്ടോ, ഇവരുടെ ജീവിതശൈലി എത്രത്തോളം മാറിയിട്ടുണ്ട്. ഒരു 5 വർഷം ഒരു മേഖലയിൽ തുടർച്ചയായി പ്രവർത്തിച്ചപ്പോൾ, 10 വർഷം ഒരു മേഖലയിൽ തുടർച്ചയായി പ്രവർത്തിച്ചപ്പോൾ, ഒരു 15 വർഷമായി ഒരു മേഖലയിൽ തുടർച്ചയായി പ്രവർത്തിക്കുമ്പോൾ, ഒരു 20 വർഷത്തോളം അല്ലെ 15 വർഷമായി ഗവൺമെന്റ് ജോലിയാണ്, കൃത്യമായി മുടങ്ങാതെ അക്കൗണ്ടിലേക്ക് ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരുടെയൊക്കെ ജീവിതത്തിൽ എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇവർ എത്രത്തോളം സമ്പന്നരായി മാറിയിട്ടുണ്ട് എന്ന് ചിന്തിച്ചാൽ 0 ആയിരിക്കും ഫലം. ഒരാളും പ്രത്യേകിച്ച് ഒരു നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. മാത്രമല്ല അവര് ഒരുപാട് രോഗങ്ങൾക്കും ജീവിതശൈലി രോഗങ്ങൾക്കും കടബാധ്യതകൾക്കും നടുവിലേക്കും ജീവിക്കുന്നത് നമുക്ക് തിരിച്ചറിയാം. എന്നാൽ MI ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന കമ്പനിയിൽ വന്ന് 5 വർഷമായിട്ട് തുടർച്ചയായി പ്രവർത്തിക്കുന്ന, വെറും 5 വർഷമായി തുടർച്ചയായി പ്രവർത്തിക്കുന്ന ഒരാള്, ഉദാഹരണത്തിന് NTC ലീഡറായിട്ടുള്ള ഉമ്മർ ഉസ്താദ്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്ത് മാറ്റം ഉണ്ടാക്കി? എൻ്റെ നാട്ടിലുള്ള പള്ളിയിലെ ഖബർ കുഴിക്കുകയും പള്ളിയിലെ പരിപാലന കാര്യങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്ന ഒരാളായിരുന്നു ഉമ്മർ ഉസ്താദിന്റെ ഉപ്പ. നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന ആളാണ്. അവരുടെ വീട് പള്ളിയുടെ ഖബർസ്ഥാനോട് ചേർന്നുള്ള ഒരു ചെറിയൊരു വീടായിരുന്നു. ഇപ്പോ ആ പറമ്പൊക്കെ ഖബർസ്ഥാനോട് ലിങ്ക് ചെയ്തിട്ട് ഇപ്പൊ കുറച്ചിപ്പുറത്തേക്ക് മാറി താമസിക്കുന്ന ഒരാളാണ്. വളരെ ചെറുപ്പം മുതലേ അറിയാവുന്ന ആളാണ്. അദ്ദേഹം ഇന്ന് ഏതൊരു ജീവിത സാഹചര്യത്തിലേക്ക് മാറി. എന്നാൽ അദ്ദേഹത്തിന്റെ കൂടെ അതേ രീതിയിൽ മദ്രസയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് ആളുകളുണ്ട്.
എൻ്റെ പെങ്ങളുടെ ഭർത്താവ് അളിയൻ ഉൾപ്പെടെ ഈ ഉമർ ഉസ്താദിന്റെ കൂടെ അതേ മദ്രസയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അങ്ങനെ വേറെയും കുറെ ആളുകളുണ്ട്. അവരൊക്കെ 5 വർഷം കൊണ്ട് അല്ലെങ്കിൽ 10 വർഷം കൊണ്ട് എന്ത് നേടി എവിടെ എത്തിയെന്നും ഈ 5 വർഷമായി MA ലൈഫ് സ്റ്റൈൽ ചെയ്യുന്ന ഉമർ ഉസ്താദ് എവിടെ എത്തിയെന്നും മാത്രം ചിന്തിച്ചാൽ ഒരുപാട് അവിടെ മനസ്സിലാക്കാനുണ്ട്. ബിജു സാറ്, ബെല്ലി സാറ് പോലത്തെ പിന്നെ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. ഇവരൊക്കെ 5 വർഷം കൊണ്ട് അല്ലെങ്കിൽ 7 വർഷം കൊണ്ട് അല്ലെങ്കിൽ 9-8 വർഷം കൊണ്ട് എന്ത് നേടി എന്ന് നമ്മൾ ആലോചിച്ചാൽ തിരിച്ചറിവ് നമുക്കുണ്ടാവും, ഒരു സംശയമില്ല. ഏറ്റെടുത്താൽ ഒരു സംശയവുമില്ലാതെ 100% വിജയിക്കുമെന്ന് ഉറപ്പുള്ളൊരു മേഖലയിലാണ് നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത്. നമ്മുടെയോ നമ്മുടെ മാതാപിതാക്കളുടെയോ ഒക്കെ പ്രാർത്ഥനകളുടെ ഫലമായിട്ടായിരിക്കാം നമുക്ക് ഈ ഒരു ബിസിനസ് അവസരം കിട്ടിയിട്ടുള്ളത്. ഒരുപാട് ആളുകൾ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഈ ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്. എന്നാൽ നമ്മളൊരു കണക്കെടുത്ത് നോക്കിയാൽ നമ്മുടെ ഒരു ഏരിയയിൽ ഒരു വാർഡ് വെച്ച് പറയുകയാണെങ്കിൽ ഒരു 500 അല്ലെങ്കിൽ ഒരു 300 വീടുള്ള ഒരു കൊച്ചു ഏരിയ, ഒരു 300 വീടുള്ള ഏരിയ ആണെങ്കിൽ അവിടെ നമ്മൾ എടുത്തു നോക്കിയാൽ 300 വീടുള്ള ഏരിയയിൽ 30 ആള് പോലും നിലവിൽ MA ലൈഫ് സ്റ്റൈൽ ചെയ്യുന്നുണ്ടാവില്ല. എന്നാൽ നമ്മൾ ചിലരോടൊക്കെ പറയുമ്പോൾ പറയും അവരൊക്കെ ചെയ്യുന്നുണ്ട്, എല്ലാവരും ചെയ്യുന്നുണ്ട്, അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട്, ഇനിയിപ്പോൾ ആരോട് പറയാൻ, ആര് വാങ്ങാനാണ്. പക്ഷെ ഇയാൾ ചെയ്യുന്നുണ്ട്, ഇയാൾ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇത് ചെയ്യാത്ത ആളുകൾ അവിടെ എണ്ണിയാൽ തീരൂല, അത്രയും ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ എണ്ണുന്നില്ല. നമ്മൾ ചിന്തിക്കുന്നത് ഇത് ചെയ്യുന്ന ആളുകളാണ് നാട്ടിൽ മുഴുവൻ എന്നാണ്. അല്ല, ഒരുപാട് ആളുകൾ ഈ ഒരു അവസരം കിട്ടാതെ, ഇതിനെക്കുറിച്ച് അറിയാതെ, തിരിച്ചറിയാൻ കഴിയാതെ മാറി നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അത്തരം ആളുകളിലേക്ക് ഈ ഒരു ബിസിനസ് എത്തിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറായാൽ നമുക്കും നമ്മുടെ കുടുംബത്തിനും മാത്രമല്ല നമ്മുടെ പരിസരത്തുള്ള നമ്മൾ ഉദ്ദേശിക്കുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾക്കും വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അങ്ങനെ മാറി നല്ലൊരു ജീവിതത്തിലേക്ക് മാറാൻ നമുക്കൊക്കെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ കേട്ട മുഴുവൻ ആളുകൾക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സിദ്ദീഖ് സാർ. വളരെ വാല്യബിൾ ആയിട്ടുള്ള സ്പീച്ചാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഗ്യാസിന് വേണ്ടി സാർ എന്താ ഉപയോഗിച്ച പ്രൊഡക്റ്റ് എന്താണെന്ന് സാർ പറഞ്ഞിട്ടില്ല, അതൊന്ന് പറയാൻ പറ്റുമോ സാറേ? തീർച്ചയായും. ഇപ്പോൾ നെഞ്ചരിച്ചില്, അസിഡിറ്റി, ഗ്യാസ്, പുണ്ണ് പോലത്തെ പ്രശ്നങ്ങൾ എല്ലാം ഉള്ള ആളുകളാണെങ്കിൽ ഞാൻ ഉപയോഗിച്ചതും ലിവഗൈന് ഇമ്മ്യൂണോ3+ പ്രോബയോട്ടിക്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പ്രോബയോട്ടിക് ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. പിന്നീട് ഉമർ ഉസ്താദ് പറഞ്ഞു വലിയ മാറ്റം ഇല്ലാന്ന് തോന്നുന്നു പറഞ്ഞ സമയത്ത് പ്രോബയോട്ടിക് ചേർത്ത് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. ലിവഗൈൻ ക്യാപ്സ്യൂള് കൂടെ ഉപയോഗിക്കാൻ പറഞ്ഞു. ലിക്വിഡ് മാത്രമാണ് ഒരിക്കൽ ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ ക്യാപ്സ്യൂൾ കൂടെ ഉപയോഗിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു 2-3 മാസം ക്യാപ്സ്യൂളും ലിക്വിഡും ഉപയോഗിച്ചു. ബാക്കിയൊക്കെ ലിവഗൈൻ ലിക്വിഡും ഇമ്മ്യൂണോ3+ഉം പ്രോബയോട്ടിക്കും അതാണ് ഉപയോഗിച്ചിരുന്നത്.